Hello viewers, good morning. As the beginning of today's communicative English class, today I like to give you some information about verbal humor. അതെ, verbal humor എന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടെ verbal humorനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാത്തതായിട്ട് ഒരാളിലൂടെ ഉണ്ടാകാൻ പാടില്ല. So here, actually we know that verbal humor is created by placing or misplacing syllables or words. അറിയാലോ, വാക്കുകളെയോ സിലബിളുകളെയോ അവിടെ മിസ്പ്ലേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമറിനെയാണ് വെർബൽ ഹ്യൂമർ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായും വരുന്ന സംഗതികൾ ഏതൊക്കെയാണ്? പണ്ടുണ്ട് മലപ്രോപ്പിസം, സ്പൂളറിസം, അണ്ടർസ്റ്റേറ്റ്മെന്റ്, ഓവർ സ്റ്റേറ്റ്മെന്റ്, ഐറണി ആൻഡ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഓബ്വിയസ്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തേത് ഞാൻ പറയട്ടെ, ഫൺ. ഫൺ ഇസ് എ പ്ലേ ഓൺ വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. The largest building in the city is a library. It has a lot of stories. ഞാൻ അങ്ങനെ പറയുകയാണ്. അതായത് ഈ സിറ്റിക്കകത്തെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കഥകളുണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിന് ആക്ച്വലി ആ ബിൽഡിങ്ങിന് ഒരുപാട് നിലകളുണ്ട് എന്നതാണ്. സോ ആക്ച്വലി ദാറ്റ് ഇസ് മീനിങ്. അങ്ങനെയുള്ള ഗെയിംസിനെയാണ് ഫൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ആക്ച്വലി ഈ ഫണ്ട് എന്ന് പറയുന്നത്. രണ്ടർത്ഥങ്ങൾ ഡബിൾ മീനിങ് ആയിരിക്കും. അതാണ് ഫണ്ട്. ആൻഡ് സെക്കൻഡ് വൺ മെലപ്രോപ്പിസം. സോ ഹിയർ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദി വേർഡ് മെലപ്രോപ്പിസം. അതായത് ആക്ച്വലി റിച്ചാർഡ് ഷെറിഡന്റെ മിസസ് മെലക്രോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, റൈവൽസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു ടേം വരുന്നത്. മെലപ്രോപ്പിസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ സിംപ്ലി പറയുകയാണെങ്കിൽ വെൽക്കം എന്ന് പറയുന്നതിന് പകരം വെൽക്കം എന്ന് പറയണം. വെൽക്കത്തിന് പകരം വെൽക്കം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെലപ്രോപ്പിസം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 115 വെർബൽ ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ സെയിം ഉദാഹരണങ്ങളായിട്ട് നമ്മൾ എക്സാമിന് ചോദിച്ചു നോക്കാം. അത് പഠിച്ചാൽ തന്നെ അവിടെ കിട്ടുമെന്നുള്ളതാണ്. സോ ഹിയർ there is an example. My sister has an extra sensory perception. അവിടെ എക്സ്ട്രാ സെൻസറി എന്നാണ് ആക്ച്വലി പറയേണ്ടത്, പക്ഷേ അവിടെ നമ്മൾ എന്താ എക്സ്ട്രാ സെഞ്ചുറി എന്നാണ്. അവിടെ ഒരു വാക്യം മിസ്പ്ലേസ് ചെയ്യും, ഒരു ഒറ്റ വാക്ക് മിസ്പ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് മെലപ്രോപ്പിസം. ആൻഡ് there is സ്പൂണറിസം. സ്പൂണറിസം വില്യം സ്പൂണർ എന്ന് പറയുന്ന ഒരു ഓക്സ്ഫോർഡിനകത്ത് ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ആ ഒരു തെളിവ് വരുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ we can say that ഞാൻ പറയാണ് ബ്യൂട്ടി ആൻഡ് സ്ലീപ്പ്. ഞാൻ അവിടെ ആക്ച്വലി ഇന്റർ ചെയ്തത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, ഡെലിബറേറ്റ് ആയിട്ടോ അല്ലാണ്ടയോ ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ മലയാളത്തിൽ പറയൂലേ, ഒരു പറ്റത്തെ ആർക്കും